രോഹിണിയും രഘുവരനും. 74-ൽ യശോദ കൃഷ്ണ എന്ന തെലുങ്ക് സിനിമയിൽ ബാലതാരമായി വന്ന രോഹിണി മലയാളം ഉൾപ്പെടെ 4ഓളം ഭാഷകളിൽ ഏകദേശം 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം തമിഴ്നാട്ടിലെ ചെന്നൈയിലോട്ട് താമസം മാറി. അവളുടെ കുട്ടിക്കാലം മുഴുവൻ ചിലവഴിച്ചത് ചെന്നൈയിലായിരുന്നു. അവളുടെ അച്ഛൻ അപ്പറാവു നായിഡു അവിടുത്തെ പഞ്ചായത്ത് ഓഫീസറായിരുന്നു. മലയാള സിനിമയിൽ റഹ്മാൻ്റെ ഭാഗ്യജോഡിയായി കണക്കാക്കപ്പെട്ടിരുന്ന രോഹിണിക്ക് 95-ലെ സ്ത്രീ എന്ന ചിത്രത്തിലെ രംഗി എന്ന കഥാപാത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡും പ്രത്യേക പരാമർശവും ലഭിച്ചു. 96-ൽ നടൻ രഘുവരനെ വിവാഹം കഴിച്ച രോഹിണി 2004-ൽ വിവാഹമോചിതയായി. രഘുവരൻ തൻ്റേതായൊരു വേറിട്ട സംഭാഷണ രീതിയും ശബ്ദഗാംഭീര്യവും അഭിനയ പാടവവും കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റേതായൊരു കയ്യൊപ്പ് പകർന്നു. 79 മുതൽ ചെന്നൈ കിങ്സ് എന്ന നാടകസംഘത്തിൽ അംഗമായിരുന്ന രഘുവരൻ ഒരു മനിതനിൻ കഥ എന്ന തമിഴ് സീരിയലിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. സ്വപ്നതിങ്കൾ എന്ന കന്നഡ സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. കക്ക എന്ന സിനിമയായിരുന്നു അദ്ദേഹം അഭിനയിച്ച ആദ്യ മലയാള ചലച്ചിത്രം. ആദ്യ തമിഴ് ചിത്രം ഏഴാവത് മനിതൻ. ലിനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ വികൃതികളിലെ അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന് ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തു. ഈ വേഷത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സർക്കാരിൻ്റെ അവാർഡും ലഭിച്ചു. 96-ൽ ചലച്ചിത്ര നടി രോഹിണിയെ വിവാഹം ചെയ്തെങ്കിലും ആ ബന്ധം 2004-ൽ അവസാനിച്ചു. തൻ്റെ വ്യക്തിജീവിതത്തിലും ചലച്ചിത്ര ജീവിതത്തിലും ഇക്കാലത്ത് നിരവധി പാളിച്ചകൾ ഉണ്ടായി. രോഹിണിയുമായുള്ള വിവാഹമോചനവും ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ചയും അദ്ദേഹത്തെ അമിതമായ മദ്യപാനത്തിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിച്ചു. അങ്ങനെ 49-ാമത്തെ വയസ്സിൽ 2008 മാർച്ച് 19-ന് ചെന്നൈയിലെ സ്വവസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മുകേഷും സരിതയും. മുകേഷ് എന്നറിയപ്പെടുന്ന മുകേഷ് മാധവൻ 1957-ൽ ഒ മാധവൻ്റെയും വിജയകുമാരിയുടെയും മകനായി കൊല്ലത്ത് ജനിച്ചു. 52-ലെ ബലൂൺ എന്ന ചിത്രത്തിലൂടെ സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഒരു എൻ്റർടൈൻമെൻറ്റ് നടൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ തുടങ്ങിയ ചിത്രങ്ങൾ അതിനുദാഹരണങ്ങളാണ്. 4 പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിൽ ഏകദേശം 250-ലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനും കൂടിയായിരുന്നു. 88-ൽ തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയായ സരിതയായിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത്. അവർക്ക് 2 ആൺമക്കളുണ്ട്. നീണ്ട വേർപിരിയലിന് ശേഷം 2011-ൽ അവർ വിവാഹമോചനം നേടി. പിന്നീട് 2013 ഒക്ടോബർ 24-ന് നൃത്തവിദ്വാൻ മേതിൽ ദേവികയായിരുന്നു മുകേഷ് വിവാഹം കഴിച്ചത്. എന്നാൽ ആ ദാമ്പത്യവും 2021-ൽ അവസാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗമായിരുന്ന മുകേഷ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ MLA കൂടിയാണ്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലായി ഏകദേശം 250-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു ദക്ഷിണേന്ത്യൻ നടിയാണ് സരിത. 1960 ജൂൺ 7-ന് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് സരിത ജനിച്ചത്. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത മരോ ചരിത്ര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് പ്രവേശിച്ച സരിത പ്രശസ്ത കന്നഡ നടനായ രാജ്കുമാറിനൊപ്പം ഹോസ ബെലക്കു, കേരളിത സിംഹ, ഭക്തപ്രഹ്ലാദ തുടങ്ങിയ നിരവധി പ്രശസ്ത കന്നഡ സിനിമകളിലും അഭിനയിച്ചു. കൂടാതെ മാധവി, സൗന്ദര്യ, രമ്യാകൃഷ്ണൻ, നഗ്മ, വിജയശാന്തി, സിമ്രാൻ തുടങ്ങിയ നടിമാർക്ക് ശബ്ദം നൽകി. സരിതയ്ക്ക് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി സംസ്ഥാന അവാർഡുകളും ഫിലിം ഫെയർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 75-ൽ തെലുങ്ക് നടനായിരുന്ന വെങ്കട സുബ്ബായിയുമായിട്ടായിരുന്നു സരിതയുടെ ആദ്യ വിവാഹം. ഈ ബന്ധം 76-ൽ അവസാനിച്ചു. പിന്നീട് 88 സെപ്റ്റംബർ 2-ന് മലയാള നടനായ മുകേഷുമായി അവളുടെ 2ാം വിവാഹം നടന്നു. ശ്രാവൺ, തേജസ് എന്നീ 2 ആൺമക്കളുണ്ട്. ഇപ്പോൾ സരിത മകനായ ശ്രാവണിനൊപ്പം UAE-യിൽ ദുബായിൽ താമസിക്കുന്നു. ജയറാം പാർവതി. ജയറാം സുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന ജയറാം 1965 ഡിസംബർ 10-ന് പെരുമ്പാവൂരിൽ ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ പരേതനായ സുബ്രഹ്മണ്യത്തിൻ്റെയും പരേതയായ തങ്കത്തിൻ്റെയും 3 മക്കളിൽ 2ാമനായാണ് ജനിച്ചത്. കോളേജ് പഠനത്തിന് ശേഷം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്ന ജയറാം പിന്നീട് 80കളിൽ കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. 88-ലെ പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചിത്രത്തിലെ നായകവേഷത്തിലൂടെ അഭിനയരംഗത്ത് കടന്നു വന്ന അദ്ദേഹം 89-ലെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ,
ശുഭയാത്ര, സന്ദേശം തുടങ്ങി കുടുംബ ചിത്രങ്ങളിലും ഹാസ്യ ചിത്രങ്ങളിലും കലാമൂല്യമുള്ള ചിത്രങ്ങളിലും തുടങ്ങി ഇപ്പോഴും തൻ്റെ ജൈത്രയാത്ര തുടരുന്നു. 93-ലെ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയ ജയറാമിന് 96-ലെ തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിന് ആദ്യമായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. രാജസേനൻ, സത്യൻ അന്തിക്കാട് തുടങ്ങിയ സംവിധായകരുടെ ചിത്രങ്ങളിലായിരുന്നു ജയറാമിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത്. 2000-ലെ തെനാലി എന്ന തമിഴ് ചലച്ചിത്രത്തിന് അദ്ദേഹത്തിന് 2 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ 2011-ൽ പത്മശ്രീ നൽകി ആദരിച്ചു. വിജയകരമായി ദാമ്പത്യം കൊണ്ടുപോകുന്ന അപൂർവം താരദമ്പതികളിൽ ഒരാളാണ് ജയറാമും പാർവതി. ഏപ്രിൽ 7 പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണ് അശ്വതി കുറുപ്പെന്ന പാർവതി ജനിക്കുന്നത്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിലായിരുന്നു പാർവതി ആദ്യം അഭിനയിച്ചത്. എങ്കിലും ആ ചിത്രം പുറത്തിറങ്ങിയില്ല. പിന്നീട് ബാലചന്ദ്ര മേനോൻ്റെ 86-ലെ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി ആദ്യമായി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച പാർവതി 80-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും മലയാള സിനിമയിലെ ഒരു ജനപ്രിയ മുൻനിര നടിയായി മാറുകയായിരുന്നു. സഹനടനായിരുന്ന ജയറാമുമായി പ്രണയത്തിലായ പാർവതി 92 സെപ്റ്റംബർ 7 എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് വിവാഹിതയായി. വിവാഹത്തിന് ശേഷം പാർവതി സ്വന്തം ഇഷ്ടപ്രകാരം സിനിമയിൽ അഭിനയിക്കുന്നത് ഉപേക്ഷിക്കുകയും ഇപ്പോൾ ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം സന്തോഷമായി താമസിക്കുകയും ചെയ്യുന്നു. മനോജ് കെ ജയനും ഉർവശിയും. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ KG ജയൻ്റെയും അധ്യാപികയായ VK സരോജിനിയുടെയും മകനായിട്ടായിരുന്നു 1966 മാർച്ച് 15 മനോജ് കെ ജയൻ കോട്ടയം ജില്ലയിൽ ജനിക്കുന്നത്. 87-ലെ സോണിയ എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടായിരുന്നു മനോജ് കെ ജയൻ സിനിമാഭിനയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 88-ൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത കുമിളകൾ എന്ന പരമ്പരയിലും അദ്ദേഹം അഭിനയിച്ചു. മാമലകൾക്കപ്പുറത്ത് എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചെങ്കിലും ചിത്രം പുറത്തിറങ്ങിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് 92-ൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം എന്ന ചിത്രത്തിലെ കുട്ടൻ തമ്പുരാൻ എന്ന വേഷത്തിലൂടെയായിരുന്നു. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ സർഗം എന്ന ചിത്രം തെലുങ്കിൽ റീമേക്ക് ചെയ്തപ്പോഴും കുട്ടൻ തമ്പുരാനെ അവതരിപ്പിച്ചത് മനോജ് കെ ജയൻ തന്നെയായിരുന്നു. തുടർന്നിങ്ങോട്ട് ഒട്ടേറെ സിനിമകളിൽ നായകനായും ഉപനായകനായും വില്ലനായുമൊക്കെ മനോജ് കെ ജയൻ അഭിനയിച്ചു. മണിരത്നത്തിൻ്റെ ദളപതി എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ആദ്യമായി തമിഴിലേക്ക് പ്രവേശിക്കുന്നത്. 2000 മെയ് 2 ചലച്ചിത്ര നടിയായ ഉർവശിയെ മനോജ് വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധം 2008-ൽ അവസാനിച്ചു. അതിൽ അദ്ദേഹത്തിനൊരു മകളുണ്ട്. പിന്നീട് 2011 മാർച്ച് 2 അദ്ദേഹം ആശയ വിവാഹം കഴിച്ചു. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളായി നിസ്സംശയം പറയാവുന്ന ഒരു നടിയാണ് ഉർവശി. കൊല്ലം ജില്ലയിലെ പ്രശസ്ത നാടക അഭിനേതാക്കളായ ചവറ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായിട്ടാണ് കവിത മനോരഞ്ജിനി എന്ന ഉർവശി 1969 ജനുവരി 25 കൊല്ലത്ത് ജനിക്കുന്നത്. ഉർവശിയുടെ സഹോദരിമാരായിരുന്നു നടിമാരായ കലാരഞ്ജിനിയും കൽപ്പനയും. കൂടാതെ കമൽ റോയ്, പ്രിൻസ് എന്നീ 2 സഹോദരങ്ങളുമുണ്ട്. ഉർവശി തൻ്റെ 10ാമത്തെ വയസ്സിൽ ബാലതാരമായിട്ടായിരുന്നു അഭിനയ ജീവിതം തുടങ്ങിയത്. 79-ലെ കതിർമണ്ഡപം എന്ന മലയാള സിനിമയിൽ ജയഭാരതിയുടെ മകളായിട്ടായിരുന്നു അഭിനയിച്ചത്. തൻ്റെ 13ാമത്തെ വയസ്സിലായിരുന്നു ഉർവശി ആദ്യമായി നായികാവേഷത്തിലെത്തുന്നത്. 83-ലെ തമിഴ് ചിത്രമായ മുന്താണി മുടിച്ചു എന്ന ഭാഗ്യരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത്. ചിത്രം ബ്ലോക്ക് ബസ്റ്ററിൽ വൻ ഹിറ്റാവുകയും ചെയ്തു. തുടർന്നിങ്ങോട്ട് 5ഓളം ഭാഷകളിലായി ഏകദേശം 705ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഉർവശിക്ക് ഒരു ദേശീയ ചലച്ചിത്ര അവാർഡും 5 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും 2 തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡും 3 ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. 2000 മെയ് 2 നടനായ മനോജ് കെ ജയനെയായിരുന്നു ഉർവശി വിവാഹം കഴിച്ചത്. അവർക്ക് തേജലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. എന്നാലും 2008-ൽ ആ ബന്ധം അവസാനിച്ചു. പിന്നീട് 2013 നവംബറിൽ ചെന്നൈയിലെ ബിൽഡറായ ശിവപ്രസാദിനെയാണ് ഉർവശി വിവാഹം കഴിച്ചത്. അവർക്കതിലൊരു ആൺകുട്ടിയുണ്ട്. ഉർവശി ഇപ്പോഴും സിനിമാ ലോകത്ത് സജീവമായി തുടരുന്നു.